30ാമത് സീനിയർ വനിതാ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രാജ്മാതാ ജിജാഭായ് ട്രോഫി 2025-26 സീസണിലെ ഗ്രൂപ്പ് ജി മത്സരത്തിൽ പോണ്ടിച്ചേരി നേരിടുന്നു ആൻഡമാൻ നിക്കോബാറിനെ. ആൻഡമാൻ നിക്കോബാറിൻ്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇരു ടീമുകളുടെയും മനസ്സിലുള്ളത്. ടീം ശക്തമായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യമായാണ് സീനിയർ നാഷണൽ മത്സരം കളിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ എല്ലാ ടീമുകൾക്കും എന്തായിരുന്നാലും ഉണ്ടാവും. അതൊക്കെ മാറ്റിക്കൊണ്ട് അടുത്ത കളിയിലോട്ട് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോണ്ടിച്ചേരി ടീം ആദ്യത്തെ ഗോൾ നേടുകയാണ് ഈ മത്സരത്തിൽ. ഈ ടൂർണമെൻറ്റിലെ തന്നെ ആദ്യത്തെ ഗോളാണ് രഞ്ജിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. പുതുവൈ യൂണിക്കോൺസ് താരം കൂടിയാണ് രഞ്ജിനി. വീണ്ടും മുന്നേറ്റം തടയാനുള്ള ശ്രമമാണ് ആൻഡമാൻ നിക്കോബാർ ടീമിൻ്റെ. വീണ്ടും പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ മറ്റൊരു ക്രോസ് വരുന്ന അതിൻ്റെ ദേവ നേടുന്നു രണ്ടാമത്തെ ഗോൾ 12ാമത്തെ മിനിറ്റിൽ. ആ ഗോൾ നേടിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ബോൾ എടുത്ത് റീസ്റ്റാർട്ടിന് വേണ്ടി തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ദേവയുടെ ആ ഒരു പോക്ക്. മത്സരം കളിക്കുന്ന മറ്റൊരു ടീമായ ആൻഡമാൻ നിക്കോബാർ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. വീണ്ടും പോണ്ടിച്ചേരി ടീമിൻ്റെ മുന്നേറ്റമാണ്. വലത് വിങ്ങിൽ കൂടി മുന്നേറാനുള്ള ശ്രമമാണ്. പപിതയുടെ മുന്നേറ്റമാണ്. പപിത ഒന്ന് കട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ വീണ്ടും ഒരു കട്ടിങ്ങാണ്. മറ്റൊരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമുണ്ട്. വീണ്ടും ദേവ മുന്നോട്ട് വന്നിട്ടുണ്ട്. യെസ്, ദേവയുടെ രണ്ടാമത്തെ ഗോൾ പിറന്നിരിക്കുന്നു 13ാമത്തെ മിനിറ്റിൽ. 12ാമത്തെ മിനിറ്റിലാണ് ഗോൾ നേടിയത്. ദേവ 13ാമത്തെ മിനിറ്റിൽ തന്നെ തൻ്റെ രണ്ടാമത്തെ ഗോളും മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ള താരം കൂടിയാണ് സ്പെറ്റ്ലേന. വീണ്ടും ദേവയുടെ മുന്നേറ്റമാണ്. ദേവ ഹാട്രിക് ഗോൾ നേടിയിരിക്കുന്നു ദേവ 17ാമത്തെ മിനിറ്റിൽ. തുടർച്ചയായ 3ാമത്തെ ഗോളാണ് ദേവയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. ദേവമിത്ര. സോ വരും വർഷങ്ങളിൽ മികച്ച ടീമാകാനുള്ള എല്ലാ തയ്യാറെടുപ്പും അവർ ഓൾറെഡി നടത്തുന്നുണ്ട്. വീണ്ടും മുന്നേറ്റമാണ്. ഗോൾ കീപ്പറുടെ കൈയിൽ തട്ടി ഗോൾ വലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ 5ാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ് ജേഴ്സി നമ്പർ 7 ശാലിനി. അത് വിങ്ങിൽ കൂടി ദേവ. ഈ മത്സരത്തിൽ ഹാട്രിക് ഗോൾ നേടി താരം കൂടിയാണ് ദേവ. മറ്റൊരു ഗോൾ കൂടെ കണ്ടെത്താൻ പോണ്ടിച്ചേരി ഫുട്ബോൾ ടീമിന് കഴിയുന്നുണ്ട്. അമ്പരസി അടിക്കുന്നു ആദ്യത്തെ ഗോൾ. അമ്പരസിയുടെ പേരിൽ കുറിക്കപ്പെടുന്നു. സഹതാരത്തിലേക്ക് പാസ് മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയത്. വീണ്ടും ദേവമിത്രയിലേക്ക് ദേവ നല്ലൊരു ചാൻസാണ് ദേവയ്ക്ക്. 4ാമത്തെ ഗോളാണ് ദേവയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. ടീമിൻ്റെ 7ാമത്തെ ഗോളും വന്നിരിക്കുകയാണ്. സുനിതിൽ നിന്നും പപിതയിൽ നിന്നും അമ്പരസി. അമ്പരസി അടിക്കുന്നു 8ാമത്തെ ഗോള്. അമ്പരസിയുടെ പേരിൽ കുറിക്കപ്പെടുന്ന 2ാമത്തെ ഗോൾ കൂടിയാണിത്. വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് വരുന്നത്. വീണ്ടും മുന്നേറ്റമാണ്. അമ്പരസിയുടെ മുന്നേറ്റമാണ്. അമ്പരസി നല്ലൊരു ചാൻസ് ഉണ്ട് അമ്പരസിക്ക്. മറ്റൊരു ഗോൾ കൂടി നേടുകയാണ് അമ്പരസി ഹാട്രിക്ക് ഗോൾ നേടിയിരിക്കുകയാണ്. സോ വീണ്ടും പോണ്ടിച്ചേരി ടീമിൻ്റെ മുന്നേറ്റമാണ്. ദേവമിത്രയുടെ ദേവ ഒരു പാസ് കൊടുക്കാം. ഒരല്പം സെൽഫിഷായാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഗോൾ ആവുകയാണ്. 45ാമത്തെ മിനിറ്റിലേക്കാണ് മത്സരം പോയത്. അപ്പോഴാണ് ഗോൾ വന്നത്. ദേവയുടെ പേരിൽ കുറിക്കപ്പെടുകയാണ് ആ ഒരു ക്രോസ്. വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്കിനുള്ളൊരു സാധ്യതയുണ്ട് അവിടെ. യെസ്, നല്ലൊരു കൗണ്ടർ അറ്റാക്കാണ് അവിടെ ദേവമിത്ര നടത്തുന്നത്. ദേവ ഈസിയായി തന്നെ അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നു. യെസ്, ഈസിയായി തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് 11ാമത്തെ ഗോൾ കൂടെ നേടുകയാണ്. ഒന്നാം പകുതിയുടെ വിസിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 11 ഗോളുകൾക്ക് ആദ്യ പകുതി സ്വന്തമാക്കാൻ പോണ്ടിച്ചേരി ഫുട്ബോൾ ടീമിന് കഴിയുന്നുണ്ട്. പോണ്ടിച്ചേരിയുടെ ടച്ചോടുകൂടി 2ാം പകുതി ആരംഭിക്കുകയാണ്. ജസ്റ്റിൻ ജോസ് ആണ് 4th ഒഫീഷ്യലായി സേവനമനുഷ്ഠിക്കുന്നത്. വീണ്ടും മുന്നേറ്റമാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ. 2ാം പകുതിയുടെ തുടക്കത്തിൽ വീണ്ടും മുന്നേറ്റമാണ് പോണ്ടിച്ചേരി ഫുട്ബോൾ ടീമിന്. മറ്റൊരു ഗോൾ കൂടി നേടിയെടുക്കാൻ കഴിയുന്ന പോണ്ടിച്ചേരി ഫുട്ബോൾ ടീമിന് 12ാമത്തെ ഗോളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്നു 12ാമത്തെ ഗോള്. സോ ഈ മത്സരത്തിൽ തന്നെ ആദ്യത്തെ ഗോൾ നേടിയ താരം കൂടിയാണ് രഞ്ജിനി. പപിതയിൽ നിന്നും ബോൾ റിസീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് സെവന്തി നടത്തിയത്. പകരക്കാരിയായാണ് സെവന്തി കളിക്കളത്തിലേക്ക് വന്നത്. മറ്റൊരു ഗോൾ കൂടി നേടുകയാണ് അമ്പരസിയുടെ പേരിൽ കുറിക്കപ്പെടുന്ന 4ാമത്തെ ഗോൾ കൂടിയാണ്. അതിനുശേഷം മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും മുന്നേറ്റമാണ് സെവന്തി. ഒരു സെൽഫ് ഗോളാണ്
ജേഴ്സി നമ്പർ 19 പേരിൽ കുറിക്കപ്പെടുകയാണ്. സ്വെറ്റ്ലേനയുടെ സെൽഫ് ഗോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും ഒരു ഓൺ ഗോളാണത്. പബിതയുടെ മുന്നേറ്റമാണ്. ഒരുപാട് ബോളുകൾ ലഭിച്ചൊരു താരം കൂടിയാണ് അംബരസിയും പബിതയും. വീണ്ടും അംബരസി, എക്സലൻ്റ്. 5ാമത്തെ ഗോളാണ് അംബരസിയുടെ പേരിൽ കുറിക്കപ്പെടുന്നത് 70ാമത്തെ മിനിറ്റിൽ. കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് സേവുകൾ ചെയ്യാൻ യവനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിലും അത് നിലനിർത്താൻ കഴിയുന്നുണ്ട്. സ്ഥിരതയുള്ള ഒരു താരം കൂടിയാണ് യവന. 15 ഗോളുകളാണ് കൺസീഡ് ചെയ്തിരിക്കുന്നതും. മറ്റൊരു ഗോൾ കൂടെ, 16ാമത്തെ ഗോൾ കൂടെ നേടുകയാണ് ദേവമിത്ര. 73ാമത്തെ മിനിറ്റിലാണ് ദേവയ്ക്ക് 7 ഗോൾ നേടിയ താരം കൂടിയാണ് ദേവ ഈ മത്സരത്തിൽ. മറ്റൊരു പാസ് കൂടെ നൽകുന്നു അംബരസിയിലേക്ക്. സാംഭരസിയുടെ മറ്റൊരു ഗോൾ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 17ാമത്തെ ഗോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് 75ാമത്തെ മിനിറ്റിൽ. ആൻഡമാൻ നിക്കോബാർ ഫുട്ബോൾ ടീമിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും അംബരസി. ദേവ 8ാമത്തെ ഗോൾ ദേവ നേടുകയാണ്. ടീമിൻ്റെ 18ാമത്തെ ഗോളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും അംബരസിയുടെ കാലുകളിലേക്കാണ് ദേവ പാസ് മാറ്റിയത്. ശാലിനി ഇടപെടുകയാണ് അവിടെ. ശാലിനി നിന്ന് ദേവയുടെ ഒരു പവർഫുൾ ഷോട്ട് വരുന്ന ഒരു പവർഫുൾ ഗോൾ കാണാനും നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ. 19ാമത്തെ ഗോളാണ് പോണ്ടിച്ചേരി ഫുട്ബോൾ ടീം നേടിയത്. വീണ്ടും മുന്നേറ്റമാണ് അംബരസിയിലൂടെ. അംബരസിയിൽ നിന്ന് ദേവ വീണ്ടും അംബരസി. നല്ലൊരു അറ്റാക്ക് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഗോൾ കൂടെ നേടിയെടുക്കാൻ കഴിയുന്നു. 10 മിനിറ്റ് തികയുന്നതിന് മുൻപ് തന്നെ അടുത്ത ഗോൾ കൂടെ നേടാൻ, അതായത് 20ാമത്തെ ഗോൾ നേടാൻ ഈ മത്സരത്തിൽ ആൻഡമാൻ നിക്കോബാർ ടീമിന് മികച്ച രീതിയിൽ കളിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ഓൺ ഗോൾ കൂടെ പിറക്കുകയാണ് അവിടെ. 2ാമത്തെ ഓൺ ഗോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഷാരോണാണ് ഇത്തവണ ഓൺ ഗോളിന് വിനയായതും. ഷാരോണിൻ്റെ പേരിൽ കുറിക്കപ്പെടുകയാണ്. അവിടെ വരുന്നുണ്ട്. ഫൈനൽ വിസിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 21 ഗോളിന് പോണ്ടിച്ചേരി ഫുട്ബോൾ ടീം ഈ മത്സരം വിജയിച്ചിരിക്കുന്നു ആൻഡമാൻ നിക്കോബാർ ഫുട്ബോൾ ടീമിനെതിരെ.